ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സ്നേഹിതരെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം മാത്യുവച്ചൻ ഞാൻ ചേർന്ന് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പതിവുപോലെ മാത്യുവച്ചൻ നമ്മുടെ പുതിയ വിഷയം നമ്മളെ അറിയിക്കും. അതിന് മുമ്പ് അച്ഛൻ ഒരു കാര്യം പറയാനുണ്ട്. അമേരിക്ക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ, പേര് ഫാദർ ഡയസ് എന്നാണ്. അദ്ദേഹം കോട്ടപ്പുറം രൂപതാംഗമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അച്ഛന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു സ്നേഹം നോമ്പിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനത് പലർക്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. മാറ്റുവിനെ പറ്റി അന്വേഷണം അറിയിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിന് നന്ദി. അച്ഛനെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുകയാണ് ഒരുമിച്ച് കണ്ടുപിടാം. അതെ അതെ. മലയാളിയാണോ? ഉണ്ട്. നമ്മുടെ നമുക്ക് അടുത്താണ് അച്ഛൻ അറിയുന്ന മാത്യച്ഛൻ അറിയാവുന്നല്ലേ മമ്മി ചേട്ടാ. ഇപ്പം നമ്മളെ ഇന്ന് ഓശാന ഞായറാണല്ലോ. അപ്പോൾ ഈ ഓശാന ഞായർ നമ്മൾ വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നു. സാധാരണ എല്ലാ ക്രിസ്ത്യാനികളും തന്നെ അന്ന് പള്ളി വരുമെന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ്. വെള്ളിയാഴ്ചയാണ് എല്ലാവരും എത്തുന്നത്. എന്നാലും ഓല മേടിക്കാനായിട്ടൊക്കെ ആൾക്കാരെത്തും. അപ്പോൾ ഓശാന ഞായർ ഈ 2026 നമ്മൾ ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവനും ഒരു വേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കുക. നമ്മളെയും അത് ബാധിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി പേര് കണ്ണുനീരിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തു ആണ് യഥാർത്ഥ രാജാവ്, മറ്റു രാജാക്കന്മാരൊന്നും രാജാക്കന്മാരോ അധികാരികളോ അല്ല എന്ന ഒരു സന്ദേശം ശരിക്കും പ്രപഞ്ചം തന്നെ, ഈ ലോകം തന്നെ ഇപ്പം തരുന്നുണ്ട്. എന്താണ് ഈ ഓശാന ഞായറിനെ കുറിച്ചും അതിൻ്റെ ആത്മീയതയെക്കുറിച്ചും വെച്ചേട്ടന് പറയാനായിട്ടുള്ളത്? പതിവ് പോലെ നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാതെയാണ്. പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തെക്കുറിച്ച് ഒരുങ്ങാതെയാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, അത് നിങ്ങൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സാധാരണ ഒരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആ സമയത്ത് ഒരു വിഷയം പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തരുന്ന വാക്കുകൾ അങ്ങ് സംസാരിക്കുകയാണ്. അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്ന ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ പതിവ് പോലെ ഈ വിഷയം പറയുമ്പോൾ പെട്ടെന്ന് അച്ഛന് പറഞ്ഞ പശ്ചാത്തലം നമുക്കറിയാം. യുദ്ധത്തിൻ്റെ ഒരു വലിയൊരു ആരവവും അതിൻ്റെ വേദനകളൊക്കെ നമ്മുടെ ചുറ്റുപാടും നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവിടെ വേദനിക്കപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് അവിടെ ആക്രമിക്കുന്നത്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിനെ അറിയാത്തതുകൊണ്ട് അവർ അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്കായിത്തീരുന്നു. പിന്നെ അവരുടെ യുക്തിയിലും ന്യായത്തിലുമൊക്കെ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് അവർ കരുതുന്നു. പിന്നെ അവർ ചെയ്യുന്ന ചില പ്രവർത്തികൾ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യവും ഇതിനിടയ്ക്ക് നിലനിൽപ്പുണ്ട്. എങ്ങനെയാണെങ്കിൽ തന്നെയും യുദ്ധം അവസാനം അവശേഷിപ്പിക്കുന്നത് ഒത്തിരി നഷ്ടങ്ങളും ഒത്തിരി വേദനകളും ഒത്തിരി ബന്ധങ്ങൾ തകർച്ചകളൊക്കെയാണ് നമുക്കറിയാം. ഇവിടെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ യഥാർത്ഥ രാജാവായ, ഏക രാജാവായ, സമാധാന രാജാവായ ഈശോയുടെ പ്രസക്തി. ഓശാന ഞായറിൽ ഈശോയെ രാജാവായിട്ട്, ഇപ്പോൾ ഈശോയുടെ ആ രാജ്യത്വമൊക്കെ ഈശോയുടെ ഈശോ ബോധപൂർവം തൻ്റെ രാജ്യത്വമൊക്കെ വെളിപ്പെടുത്തുന്നത് മനോഹരമാണല്ലേ. ഒരു വിനീതനായൊരു കഴുതയുടെ പുറത്ത് വന്നുകൊണ്ടാണ് ഈശോ തൻ്റെ ആ ഒരു രാജകീയത വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളുടെ ദൃഷ്ടിയിലും നമ്മുടെ അറിവിലും ഒരു രാജാവിൻ്റെ പ്രൗഢി, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ മനസ്സിന് ഉണ്ടായിരിക്കെ ഈശോ സമാധാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും ഹൃദയങ്ങൾ ഭരിക്കുന്ന രാജാവാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയുടെ വരവ്. ആ വരുന്ന ജനക്കൂട്ടങ്ങളെല്ലാം ആരവം മുഴക്കുന്നത് അവർ ഈശോയുടെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടാണ്. കുറച്ച് പേരൊക്കെ ഈശോ അത്ഭുതങ്ങൾ കണ്ട് ആരവം മുഴക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും ഒത്തിരിയേറെ പേര് ഈശോയുടെ സ്നേഹം സ്വീകരിച്ചവരും അങ്ങനെ അവർ ഹൃദയത്തിൽ ഈശോയെ രാജാവായി ഏറ്റുപറഞ്ഞതിൻ്റെ ഉദ്ഘോഷമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ രാജ്യം ഭരിക്കുന്നവർക്കും നേതാക്കന്മാർക്കും ഒക്കെ ചിന്തിക്കാവുന്നൊരു കാര്യം, അത്രമാത്രം സ്നേഹം കൊണ്ട് തങ്ങളുടെ രാജ്യത്തിലുള്ളവരെ അല്ലെ തങ്ങളുടെ അനുയായികളെ അവർക്ക് ഭരിക്കാൻ പറ്റുന്നുണ്ട്, കീഴടക്കാൻ പറ്റുന്നുണ്ട്. അധികാരം കൊണ്ടും അല്ലെങ്കിൽ ആക്രമണശേഷി കൊണ്ടൊക്കെയാണോ തങ്ങൾ ഭരിക്കുന്നത്, അതെയോ സ്നേഹം കൊണ്ടാണോ, സ്നേഹം കൊടുത്തുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കാവുന്നൊരു സമയമാണ്. എന്തായാലും ഈ ഭൗമികമായ രാജകീയ പ്രതാപങ്ങളും പ്രൗഢികളും ഒന്നും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. അതല്ല നമുക്ക് നാശമേ കൈവരുത്തുകയുള്ളൂ എന്നും ഈശോ മിശിഹായുടെ രാജ്യത്തിന് കീഴിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രവേശിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ വേണ്ടി തോന്നുന്നത്. അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക. ഈശോ രാജാവാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഓശാന തിരുനാളിൽ എല്ലാവരും എപ്പോഴും തന്നെ പറയുന്ന ഒരു ചിന്തയാണ് ഈശോ ഹൃദയത്തിൻ്റെ രാജാവാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ രാജാവായിട്ട് വാഴണം.
എന്ന് പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ രാജാവായിട്ടും ഈശോ വാഴണമെന്ന് പറയാറുണ്ട്. അപ്പം ഈശോയെ ഹൃദയത്തിൻ്റെ നാഥനായിട്ടും രാജാവായിട്ടും വാഴിക്കുന്നവരാണ് ക്രിസ്ത്യാനികളായിട്ട് നമ്മളെല്ലാവരും. പക്ഷേ എന്നിട്ടും ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം, അവരുടെ പ്രാർത്ഥനയിൽ ഈശോയുമായിട്ടൊരു ഗാഠമായൊരു ബന്ധത്തിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും അതരം കൊണ്ട് ഈശോയെ രാജാവായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹൃദയം അങ്ങോട്ട് ഐക്യപ്പെടുന്നില്ല. ഒരു ഏകാഗ്രത പലർക്കും പ്രാർത്ഥനയിൽ കിട്ടുന്നില്ല. ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്. ശരിക്കും ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ പൂജിക്കാൻ വചനം പറയുമ്പോൾ എങ്ങനെയാണ് ഏകാഗ്രമായിട്ട്, അതായത് ഈ ഓശാന തിരുനാളിലെ എൻ്റെ ആഗ്രഹം ക്രിസ്തുവുമായിട്ട് ഒന്നാകത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയത, അതിലേക്കുള്ള ഒരു വളർച്ച നമുക്കും നമ്മുടെ കേൾവിക്കാർക്കും കിട്ടണമെന്നാണ്. അപ്പം ഹൃദയത്തിൽ, അതായത് ഈശോ പ്രാർത്ഥിച്ചു അല്ലേ, പിതാവിനോട് അവൻ എപ്പോഴും പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സൊരിക്കലും പല വിചാരപ്പെടുകയോ മറ്റ് ചിന്തകളിലേക്ക് പോവുകയോ ചെയ്തില്ല. സത്യത്തിൽ പിതാവിനെ അവൻ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈശോയുടെ മനസ്സ് പിതാവിൽ കേന്ദ്രീകൃതമായിരുന്നു. ഇതുപോലൊരു കേന്ദ്രീകരണം നമുക്ക് സംഭവിക്കുന്നില്ല. അതിന് എന്താണ് വിചാരണ പറയാനുള്ളത്? തീർച്ചയായിട്ടും അതൊരു ദൈവം കൃപ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ദൈവം അങ്ങനെ സ്പെഷ്യലായിട്ട് കൃപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് അനുഭവം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരുടെയൊക്കെ അനുഭവങ്ങൾ കൊണ്ടും മനസ്സിലാവുന്നൊരു കാര്യം, അതൊരു സമയമെടുത്തുള്ളൊരു പ്രക്രിയയുടെ ഒരു ഫലമാണ്. അതിൻ്റെ ആകത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. ഇപ്പം നമ്മളിവിടുന്ന് സംസാരിക്കുന്നു. അച്ഛന് നല്ല പല്ലുവേദന ഉണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സ് ഭൂരിഭാഗം പല്ലിലായിരിക്കും. നമ്മൾ പുറത്തിങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അച്ഛനെ ഏതെങ്കിലും ഒരു വിഷയത്തോട് ഭയങ്കരമായൊരു സ്നേഹമുണ്ടെങ്കിലും ഈ സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഉള്ളിലേക്ക് തികട്ടി വരും. പുറമെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈശോമിശിഹായോടുള്ള ആ അകത്ത് ഹൃദയത്തിൽ ഉള്ള ആഴമേറിയ സ്നേഹത്തിൻ്റെ ആകത്തുകയാണ് ക്രിസ്തീയാധ്യാത്മികത മുഴുവനും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ചില വഴികൾ നമ്മൾ ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്നേഹം വർദ്ധിക്കുന്നു. ആ സ്നേഹം നമ്മളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈശോയുള്ള സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്കിനകത്തൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയും, അവിടെയും കൃപ ആവശ്യമുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഈ സമരിയാക്കാരി സ്ത്രീയും ഈശോ നമ്മളുടെ സംഭാഷണം ഉള്ള ആ ഒരു സംഭവം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നമുക്കറിയാം ഈ സമരിയാക്കാരി സ്ത്രീയെ കാത്ത്, അല്ലെങ്കിൽ സമരിയാക്കാരി സ്ത്രീ വരുന്ന സ്ഥലത്ത് ഈശോ കിണറിന് കയറി ഇരിക്കുകയാണ്. അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല നമുക്കറിയാം. കാരണം ഈശോയ്ക്ക് അറിയാമല്ലോ, ഈശോ ദൈവമായിട്ട് ഈശോയ്ക്ക് അറിയാം ഇങ്ങനെ ഒരു സ്ത്രീ വരുന്നുണ്ട്, ഈ വരുന്നവരാളാണെന്നുള്ളതൊക്കെ ഈശോയ്ക്ക് അറിയാം. ഈശോ അതുമായി ബന്ധപ്പെട്ട് കൂടി ആകണം ഈ ശിഷ്യന്മാരെ നേരത്തെ പറഞ്ഞു വിട്ടത്. കാരണം ഇവർ വരുന്നൊരു സ്ത്രീ പാപിനി ആയിരിക്കുന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ പാപിനിയാ സ്ത്രീക്ക് ഒരു മുറിവേൽക്കരുത്, അപ്പോസ്തലന്മാർ മുന്നിൽ വെച്ച് അവൾക്കൊരു കുറവുണ്ടാകരുത് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഈശോ അവളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈശോ എന്തുകൊണ്ട് അവളെ കാത്തിരുന്നു എന്നത് ക്രമേണ അവരുടെ സംഭാഷണം പുരോഗമിക്ക് മനസ്സിലാകും. ഇവൾ ഉള്ളിൻ്റെ ഉള്ളിൽ, പുറമേ ഇവളിങ്ങനെ പാപം ചെയ്ത് നടക്കുന്നു, പക്ഷേ ഇവളുടെ ഉള്ളിൽ വലിയൊരു ദൈവാരാധന, ദൈവാന്വേഷണം നടക്കുന്നുണ്ട്. എനിക്കൊന്ന് നമ്മളെ സംബന്ധിച്ച് തിരിച്ചാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പുറമേ ഭയങ്കരമായ ദൈവാരാധന നടക്കുന്നുണ്ട്, അകത്തെ സമരിയക്കാരെ സ്ഥിര സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന പുറത്തെ പാപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരിമറിയാണ് ഇനി സംഭവിക്കേണ്ടത്. ഇത് കീഴ്മേൽ മറിയണം. നമ്മളിങ്ങനെ ഭക്തിയുടെയൊക്കെ അകത്ത് സ്നേഹം, ആധ്യാത്മിക കാര്യങ്ങളോട് അഭിനിവേശമില്ല, ആത്മാർത്ഥതയില്ല, സ്നേഹമില്ല, പുറമെ ഇങ്ങനെ ആത്മീയങ്ങൾ സംഭവിക്കും. നമുക്ക് സ്നേഹമുള്ളതൊക്കെ അകത്ത് കിടക്കുവാണ്. അത് പലപ്പോഴും ഇങ്ങനെ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ പരമാർത്ഥതയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാവോളും ഒരു കൂട്ടം ആൾക്കാരും കൂടി ഡമാസ്കസിലേക്ക് പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഒരാൾ മാത്രമേ അവിടെ ഈശോയെ കണ്ടുമുട്ടുന്നുള്ളൂ. കാരണം ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നത്, ആത്മാർത്ഥമായിട്ട് ആ കൂടുതൽ പീഡിപ്പിക്കാൻ വേണ്ടി പോയത് സാവോളൊക്കെ ചുമ്മാ കൂടുതൽ പോയേക്കാം എന്ന രീതിയിലേ. അതുകൊണ്ട് ഈശോയുള്ള സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ആകത്തുക, എല്ലാത്തിലേക്കും നമ്മൾ നയിക്കുന്നത്. അതിനുവേണ്ടി ദൈവം കണ്ടെത്തുന്ന നമ്മുടെ ഉള്ളിലെ ഒരു ഭാഗം, നമ്മൾ ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഹൃദയപരമാർത്ഥതയാണെന്നാണ് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ഓശാന തിരുനാളിന് നമ്മളിലും ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയപരമാർത്ഥതയാണ് എന്ന്. അതെ, പുറമെ നമ്മളിങ്ങനെ ഇപ്പം പറഞ്ഞതുപോലെ ഓശാന എന്ന് പുറമെ ഇങ്ങനെ പറയുകയും എൻ്റെ ഓല വീശുകയും അകത്ത് വേറെ വല്ലതിനെയൊക്കെ നമ്മൾ രാജാവായിട്ട് രാജ്ഞിയായിട്ടും കാണുന്ന അവസ്ഥ മാറ്റിയിട്ട് നേരെ കീഴ്മേ മറിയും, തിരിച്ചിടുക. പുറമെ ഇച്ചിരി നമ്മൾ ആത്മീയനാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് തോന്നിയില്ല തന്നെയും അകത്തങ്ങനെ ആയിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നു.
അപ്പോൾ ചേട്ടാ, അപ്പം നമ്മൾ ഈ ഓശാന തിരുനാളിൻ്റെ ഈ സന്ദേശത്തിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് വരാം. ശരിക്കും അതിനെ കാതലായ സന്ദേശം നമുക്ക് ദൈവം തന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കൊച്ചു ചിന്ത കൂടിയുണ്ട്. ഓശാന എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വന്നു എന്നൊരു പ്രഖ്യാപനമാണ് അല്ലേ? ഈശ്വരാജാവ് എന്ന് പറയുമ്പോൾ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ സാത്താൻ്റെ രാജ്യമാണ് അങ്ങ് വ്യാപിച്ചു കയറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങേണ്ട, അല്ലെങ്കിൽ നിലവിളിയോടെ മുഴങ്ങേണ്ട ഒരു പ്രാർത്ഥനയാണ് ദൈവരാജ്യം വരണമേ, അങ്ങനെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം വരുവാണെങ്കിൽ യുദ്ധമില്ല, കലഹമില്ല, പട്ടിണിയില്ല, എല്ലാവർക്കും സമാധാനമാണ്. ഈ സാത്താൻ രാജ്യം വരുന്നതുകൊണ്ടാണ് യുദ്ധവും കലഹവും പട്ടിണിയും കൊല്ലയും ഡൈവോഴ്സും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവരാജ്യം വരണമേ, ദൈവരാജ്യം വരണമേ. ഈശോ ഇതെല്ലാം ചെയ്ത് ദൈവരാജ്യം വരാൻ വേണ്ടിയാണ്. അപ്പം അല്ലേ, ഈ ദൈവരാജ്യം പറഞ്ഞാൽ ഈശോയിലൂടെ പരിശുദ്ധാത്മാ വഴി നമ്മൾ സംജാതമാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിലവിളിയോടെ, എന്താ പറയുക, ആർപ്പുവിളിയോടെ എന്നാൽ ഉള്ളിൽ നിലവിളിയോടെ, ആർപ്പുവിളി സന്തോഷത്തിൻ്റെയും ഒപ്പം നിലവിളിയുടേതുമായ രണ്ട് വിളികൾ ദൈവരാജ്യം വരാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് ഈ ഓശാന നാളിൽ പ്രാർത്ഥിക്കാം. അത് തീർച്ചയായിട്ടും സഭാമക്കൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ സഭയിൽ ലോകവും അനുഗ്രഹിക്കപ്പെടും. ഓശാന തിരുനാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഹൃദയപരമാർത്ഥതയോടെ ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.